എന്റെ മോനവല്ലി, ഈ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാ അർജുനേട്ടാ, കുറച്ചു നേരം കൂടി ഇരിക്കേ. മുള്ളിന്റെ പുറത്താ ഞാൻ കയറിയിരിക്കുന്നത്. അമ്മയെ പേടിച്ചിട്ടല്ലേ? അല്ല, എനിക്കറിയാം. അതുകൊണ്ട് കാര്യം. എന്റെ മോനവല്ലി എഴുന്നേക്ക്, ഞാനൊരു ഫുൾ സൈസ് തലയാണ് കൊണ്ടുവന്ന് തരാം. എന്റെ വായിന്നൊന്നും കേക്കരുതേ. ഓ, ഇങ്ങനൊരു നിമിഷത്തിന് വേണ്ടി എത്ര ഭർത്താക്കന്മാരാ കാത്തിരിക്കുന്നേ. അത് തള്ളമാരില്ലാത്ത ഭർത്താക്കന്മാരായിരിക്കും. നിങ്ങളുടെ മടിയിലൊന്ന് കിടക്കാൻ വേണ്ടി നിങ്ങളുടെ അമ്മ തട്ടിപ്പോകുന്നവരെ കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അയ്യോ അതെ, എന്റെ തല റെയിൽവേ ട്രാക്കിൽ വെക്കാൻ ഇടവരുത്തരുത്. എഴുന്നേക്ക് മോനവല്ലി, എഴുന്നേക്ക്. കാര്യം പറയാതെ എഴുന്നേക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ല, നമുക്ക് പാർക്കിൽ പോവാം, എന്നിട്ട് അവിടെ ചെന്ന് സംസാരിക്കാം. പാർക്കില്? പാർക്കില് നിങ്ങളുടെ മടിയിൽ കിടക്കാം. മടിയില് 10 പേര് കാണുകെ നാണമില്ലല്ലോ. നിങ്ങളുടെ മടിയിൽ കിടക്കാൻ ഞാൻ ഇനി പാർക്കിൽ പോണോ? കുറച്ച് നേരം അവിടെ മിണ്ടായിരിക്കാവോ? ഞാനൊരു പാട്ട് പാടട്ടെ. ഹൃദയേശ്വരി, നിന്റെ നെടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു. പറയാനുള്ള എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോടി മടിന്ന്. എന്താ പറഞ്ഞ? എഴുന്നേറ്റ് പോടിന്നോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അർജുനേട്ടാ? നിങ്ങളുടെ മടി കിടന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അങ്ങനെ ആഗ്രഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? എനിക്കറിയാം നിങ്ങൾക്ക് എന്നെക്കാട്ടിലും ഇഷ്ടം നിങ്ങളുടെ അമ്മയോടാ. എനിക്ക് മതിയായി. അങ്ങനെ പറയരുത് മോനവല്ലി, നീ മടി കിടന്നു. എന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റാ മതി. താങ്ക്സ്. ഹൃദയേശ്വരി, നിന്നെടുവീർപ്പിൽ ഞാനു. ഹൃദയേശ്വരി, എന്റെ അമ്മയുടെ നെടുവീർപ്പിൽ ഞാനു. അമ്മയുടെ നെടുവീർപ്പിൽ തന്നോ ഉമ്മ തന്നോ? അയ്യോ അല്ല, ആ അമ്മ. അമ്മ ഞാൻ അമ്മയെ കുറിച്ച് ഒരു പാട്ട് പാടിക്കൊടുക്കുകയായിരുന്നു. ഓ, ഏത് നേരത്താണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? എടാ അർജുന, നീ എനിക്കൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചതാ. എന്നാ പിന്നെ ഇതൊന്നും കാണുകയും കേൾക്കുകയും വേണ്ടല്ലോ. അയ്യോ, കൂളിംഗ് ഗ്ലാസ് വെച്ചാലും കാണാം, പക്ഷെ കറുത്തിട്ടാണെന്നേ ഉള്ളൂ. എന്നാ പിന്നെ നീ എന്റെ കണ്ണങ്ങ് കുത്തി പൊട്ടിക്കടാ. അത് ഞാൻ പൊട്ടിക്കാം, കണ്ണ് കുത്തി പൊട്ടിക്കാം. ഞാൻ എനിക്കിഷ്ടാ കുത്തി പൊട്ടിക്കാൻ. ഇനി വാടി നീ. വാ. ആണ്ട് കിടക്കുന്നു. രണ്ടും അമ്മ എന്നെ പറഞ്ഞു. ഇപ്പൊ എന്ത് വേണം, ഞാൻ കുത്തി പൊട്ടിക്കണോ വേണ്ടയോ? വേറെ നിറഞ്ഞു നിൽക്കുന്ന 2 പിള്ളേരുള്ള വീടാ ഇത്. കിളവനും കിളവിയും കൂടെ മണവാളിനും മണവാട്ടിയും കളിക്കുന്നു. അനാവശ്യം പറയരുതേ. അനാവശ്യം പറഞ്ഞേ? എന്താ മോനോലിക്ക്? അല്ല, ഒന്നുമില്ല. എന്താണ് നിനക്ക് ഓഫീസിൽ നിന്നും പോകണ്ടായോ? അതെ, ഇത് എന്റെ ഭർത്താവാ. എന്റെ ഭർത്താവ് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അതെങ്ങനെയാ? സ്വന്തം മക്കൾ എപ്പോഴും വയറ്റിൽ തന്നെ വേണമെന്ന് വിചാരിക്കുന്ന അമ്മമാരുടെ പ്രശ്നമായത്. ഇതേ പണ്ടത്തെ പോലെ കുഞ്ഞൊന്നുമല്ല, വലുതായി. മുഖത്ത് മീശ വന്നു, അതിൽ 5-6 നരയും വന്നു. ഒന്ന് പിരിച്ച് കാണിച്ചു കൊടുക്കരുത് കേട്ടോ. നിനക്ക് മുഖത്ത് മാത്രമല്ലടാ മീശ. ഈ വീട്ടിൽ മീശ വെച്ച് ഭരിക്കുന്ന മുഴുവൻ ഇവളല്ലയോ? കണക്കായി പോയോ? എന്താ നോക്കിയിരിക്കുന്നേ? അമ്മ, അവള് ഒരു കാര്യം പറയാൻ വേണ്ടി എന്റെ മടിയിലോട്ട് പിന്നെ തല വെച്ച് പറഞ്ഞേടാ. എന്തൊരു കുശുമ്പായത്. എടി, മടിയിലോട്ട് തല വെച്ച് മേപ്പോട്ട് നോക്കി കിടന്നാണോടി കാര്യം പറയുന്നേ? എന്താടിയത്? അയ്യോ അമ്മ, അവളെ അവതരണ ഗാനം കഴിഞ്ഞ് പറയാൻ തുടങ്ങുമ്പോഴാ വന്നത്. ഭാര്യയോ? എടാ കേട്ടോ, അവള് വിളിച്ചത് കേട്ടോ? ഒരു അമ്മായി അമ്മ ഏത് മരുമോള് വിളിക്കും ഇങ്ങനെ ഭാര്യയും കീര എന്നൊക്കെ? എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? കൊടുക്കടാ. മോനവല്ലി, നീ നേരത്തെ എന്റെ മടി കിടന്നുകൊണ്ട് എന്നോട് എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ അത് അമ്മയോട് അങ്ങ് തുറന്നു പറ, തെറ്റിദ്ധാരണ മാറട്ടെ. ശരി, ഞാൻ പറയാം. അതെ, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം. ആഹാ, അപ്പൊ നീ ഇപ്പൊ നിൽക്കുന്നത് നിന്റെ കാലിലല്ലയോ? എടാ, ഉള്ള കാലങ്ങ് തല്ലി കുടിച്ച് കള. എനിക്ക് സ്വന്തമായ ഒരു വരുമാനവും ജോലിയും വേണമെന്നാണ് ഞാൻ പറഞ്ഞ എന്റെ ആ ഉദ്ദേശം. എടാ, ഇപ്പൊ കാര്യം എന്ത് ജോലി കൊടുക്കാനാ? ഒരു ജോലിയുണ്ട്, പഞ്ചായത്ത് തൊടുത്തി ചാണാൻ വരാൻ പറഞ്ഞു വിടാം. ചരമക്കോളത്തിൽ പണം വരാനുള്ള വർത്താനം പറയല്ലേ. പിന്നെ എന്ത് ജോലിയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്? വേണമെങ്കിൽ എനിക്ക് ടൗണിലൊരു ബ്യൂട്ടി പാർലർ ഇട്ട് തരൂ, ഞാൻ നോക്കിക്കോളാം. ബെസ്റ്റ്. ബ്യൂട്ടി പാർലർ ഇട്ട അതിനകത്തെ സാധനമൊക്കെ ദിവസം മുഖത്ത് വെച്ചോണ്ട് അവിടെ ഇരുന്നോളൂ. എടാ, നീ കുത്തുവാള എടുക്കാനുള്ള പണിയൊന്നും ആരംഭിക്കണ്ട കേട്ടാ. അത് വേണോ മോനവല്ലി? അത് വേണം മോഹനവല്ലി. അമ്മയുടെ വാക്ക് കേട്ടോണ്ട് എന്നോട് ഉടക്കാൻ വരല്ലേ. നീ ഏതായാലും ജോലിക്കൊന്നും പോകണ്ട. നിന്നെ പോറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. അതെ,
നീ ഇവന്റെ കാലിൽ ഇത്രയും കാലം നിന്നതുപോലെ അങ്ങ് നിന്നാ മതി കേട്ടോടി മുതുക്കി. അയ്യടി അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ച് ജീവിക്കുന്നവരാ. അതൊക്കെ പണ്ടത്തെ പെണ്ണുങ്ങള്. ആണോ? നീ പിന്നെ എന്നത്തെയാ? ഞാൻ ഇന്നത്തെ ഈ കാലത്തെ ന്യൂ ജനറേഷൻ. ഓ ന്യൂ ജനറേഷൻ കണ്ടാലും മതി. കേരളത്തിലെ ന്യൂ ജനറേഷൻ സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ എന്താ കരുതി വെച്ചിരിക്കുന്നത്? ഇവിടുത്തെ അടുക്കളയിൽ പണിയെടുക്കാനും വീട് വൃത്തിയാക്കാനും കൊച്ചിനെ നോക്കാനും മാത്രമാണോ എന്റെ ജോലി? കാശിന് വേണ്ടി ഭർത്താവിന് മുമ്പ് ലോച്ചടിച്ച് നിൽക്കാനേ എന്നെ കിട്ടില്ല. സ്ത്രീ ശാക്തീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? അറിയോ? ഇതിനു മുമ്പുള്ള സൂക്കേടൊന്നും നമുക്ക് ഇതുപോലെ ഇല്ലായിരുന്നല്ലോ. കളിയാക്കല്ലേ. സ്ത്രീകളുടെ ശക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പച്ചക്കറി കൃഷി നടത്തിയും ഹോട്ടൽ നടത്തിയും പലഹാരങ്ങൾ വിറ്റും ജീവിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്? ഓ പച്ചക്കറി കൃഷി നടത്തി ഇപ്പൊ അങ്ങ് വലുതാവും. എടേ ഇവിടെ ഒരു വെണ്ടയുടെ തൈ വെച്ചിട്ട് ഞാൻ കണ്ടതല്ലേ, നീ എന്താ കാണിച്ചെന്ന്? സ്ത്രീകളുടെ കൂട്ടായ്മയെ കുടുംബിനി സ്ത്രീയിൽ അംഗമാണ് ഞാൻ. ജീവിച്ച് കാണിച്ചു തരാം. ഓ ഒന്ന് മൂക്ക് വേർത്ത ഡോക്ടറെ അടുത്ത് പോകുന്നവളാ നീ ഇപ്പൊ ജീവിച്ച് കാണിക്കാൻ പോകുന്നത്. ഓടി അവിടുന്ന്. എനിക്ക് ബ്യൂട്ടി പാർലർ ഇട്ട് തരുന്നോ ഇല്ലയോ? ഇല്ല ഇല്ല ഇല്ല. അർജുനേട്ടൻ പറ. അർജുനൻ ഞാൻ പറയുന്നത് തന്നെ അർജുനനും പറയുന്നത്. ബ്യൂട്ടി പാർലർ ഇട്ട് തരാൻ സൗകര്യമില്ല. അത് പോയിട്ടൊരു മുറുക്കാങ്കട പോലും നിനക്ക് ഇട്ട് തരത്തില്ല. കുടുംബിനി സ്ത്രീയിൽ പോകണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ പോകാൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നു. ഇനി ഞാൻ സ്വന്തം കാലിൽ നിന്ന് കാണിച്ചു തരാം. കൈ വിട്ടു പോയെന്നാ തോന്നുന്നേ. നീ ഒന്ന് ചുമ്മാ ഇരിയടാ. എടാ നീ ഇനി വന്നേ, ഇവിടെ വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്നോട്. എന്താ ആ പറയണേ ഞാൻ. ഓ മനസ്സിലായി. പകരത്തിന് പകരം. ആ പകരത്തിന് പകരം തന്നെയാ. എന്റെ മോനെ അവള് മാത്രം സ്വന്തമാക്കിയ പോരല്ലോ, എനിക്കും കൂടെ സ്വന്തമല്ലയോ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്മയുടെ തലയിലെ പേൻ നോക്കട്ടോ. ഓടാ അവിടുന്ന്. ഞാൻ മടി കിടന്നത് അവന് പിടിച്ചിട്ടില്ല. എന്ത് പറഞ്ഞാലും മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹം വെറും അഭിനയം തന്നെയാ. അയ്യോ അല്ല. എടാ സ്വന്തം മോൻ്റെ മടി തല വെച്ച് കിടക്കുമ്പോൾ ഏതൊരമ്മയ്ക്കും ഒരു അഹങ്കാരം കാണും. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതയായ അമ്മ. ഞാനും ഒന്ന് അഹങ്കരിക്കട്ടടാ. ഇനി നീ ഒരു പാട്ട് പാടിക്കേ. അവള് മടി കിടക്കുമ്പോൾ മാത്രം പാടിയാ പോരല്ലോ, ഞാൻ കിടക്കുമ്പോ കൂടെ പാടണ്ടേ? പാടും. ഓമാനയല്ല, ഓമന. ഓമന തിങ്കൾ ഓ കിടാ മതി. ഇത് കൊള്ളാലോ. അതെ, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം, ഇത് വീടാണോ അതോ ഭ്രാന്താശുപത്രിയാണോ? ഡാഡി ഇതുവരെ നമ്മളെ മടിയിരുത്തിയ പാട്ടൊന്നും പാടിയിട്ടില്ല. അതെ, നിന്റെയൊക്കെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടാ. എടീ, ജനിച്ചു വീണ ഉടനെ കമ്പ്യൂട്ടറുമായിട്ട് നടക്കുന്നേ നിന്നെയൊക്കെ എപ്പ പാട്ട് പാടി ഉറക്കാനാ? അത് മാത്രമല്ല, അതിന് പറ്റി പാട്ടും എന്റെ കയ്യിൽ. അത് തന്നെ. മക്കളെ, അമ്മ കുടുംബിനി സ്ത്രീയിലേക്ക് പോവാ. വല്ലതും വച്ചുണ്ടാക്കി കഴിച്ചോളണം. ഇനി ഒരു അടിമയായിട്ട് ഇവിടെ കഴിയാൻ അമ്മയ്ക്കാവില്ല മക്കളെ, അമ്മയ്ക്കാവില്ല. അവള് പോയി. പോകാനല്ലേ? എടാ ഇത് നമ്മളെ പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോടാ. അവള് കാര്യം പറ്റിച്ചോളഞ്ഞല്ലോ. ദൈവമേ, പോയി 10 പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന ഇപ്പൊ ഉള്ളതിനേക്കാളും എന്റെ തലയെ കയറുമല്ലോ ഇനിയും. ആ അത് നേരാ. മമ്മി ഒന്നും കാണാതെ കുളത്തിച്ചാടത്തില്ല. അയ്യോ, അവള് കുളത്തിച്ചാടാൻ പോയതാണോ? ഓ ഇവിടെ കൊഞ്ഞാടാ, അവള് കുടുംബിനി സ്ത്രീ ചെയ്ത് എന്ന കാര്യം പറഞ്ഞതാടാ. ഓ നിന്നെ എന്തോന്ന് കൊള്ളാം. എന്നാ പിന്നെ നമുക്ക് ചോറും കറിയും വെച്ച് കളിക്കാമേ. പെമ്പറിനത്തെ ആടാൻ വിട്ടിട്ട് അവനിപ്പൊ ഞാൻ അടുക്കള കയറി ചോറും കറിയും വെച്ച് കൊടുക്കണമെന്ന്. ഏതിൽ പോടാടുന്നേ? എന്റെ അച്ഛമ്മ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? മമ്മി പോയി കുടുംബിനി സ്ത്രീയിൽ കയറിയെങ്കിൽ അച്ഛമ്മ പോയി ജനനി സ്ത്രീ കയറ്. ഈ ലോകത്ത് എത്ര സ്ത്രീയാ കിടക്കുന്നേ? ആ മതി മതി, പൊയ്ക്കോ. ആ ഡാഡി മമ്മിയുടെ സൈഡാ. എന്റെ അച്ഛമ്മ ഈ അടുക്കള കിടന്ന് പുക കൊള്ളേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ കുടുംബശ്രീയും ജനനി സ്ത്രീയും തമ്മിൽ യുദ്ധമാണ്. അച്ഛമ്മയെ പോലുള്ള ഒരു വ്യക്തിയെ ജനനി സ്ത്രീക്ക് ഇപ്പോൾ ആവശ്യമാണ്. ദാക്ഷായണി ചേച്ചിയുടെ വീടിന്റെ അപ്പുറത്തുള്ള വിനോദിനി ചേച്ചിയാണ് അതിന്റെ ആള്. അച്ഛമ്മ വേഗം പോവാൻ നോക്ക്. ആണോ? എന്താ പിന്നെ അത് തന്നെ എന്നിട്ട് കാര്യം. ആ ഒരു യുദ്ധത്തിനുള്ള സ്കോപ്പായി. അർജുനൻ ഡാഡിയുടെ കയ്യിൽ വല്ല ആയുധം ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്വയം കുത്തി മരിച്ച് രക്ഷപ്പെടാൻ നോക്ക്. നീ ഇവിടെ എന്ത് കാണിക്കുവാ? അടുക്കള ഒറ്റയ്ക്ക് ഡാഡി അവിടെ പണിയെടുക്കുന്ന കാണുന്നില്ലേ? നിനക്കെന്താ പോയി സഹായിച്ചാല്? നിനക്ക് സഹായിച്ചാലെന്താ? ആ ഗ്യാസ് തീർന്നു. അടുപ്പിലൂതിയാ ഞാൻ കറുത്തു പോവില്ലേ? ഓ അത് ശരി, അപ്പൊ ഞാൻ കറുത്തോട്ടേന്ന്. അല്ലെങ്കിൽ തന്നെ വെളുപ്പിലൊന്നും ഒരു കാര്യമില്ലടി.
അയ്യോ ഞാൻ പറഞ്ഞ ആദ്യം നീ പോയി കേക്ക്, നീ പോയി ഡാഡിയെ സഹായിക്ക്. നീ പോയി സഹായിക്കടി. നീ ഒരു പൊട്ട കണ്ണാടിയും വെച്ച് ബോളും എടുത്തോണ്ടിടോ വന്നിരിക്കും, ഡാഡിയെ പോയി സഹായിക്ക്. അയ്യോ നീ പോയി സഹായിച്ചാൽ നിനക്കെന്താ കുഴപ്പം? നീ പോയി സഹായിക്കടി. മുമ്പിൽ നോക്കേ. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ ആ പൊട്ട കണ്ണാടി എടുത്ത് ദൂരോട്ട് ഞാൻ എറിയും. എറിഞ്ഞാൻ നിന്റെ മുടി ഞാൻ കത്തിക്കും. ഞാൻ അടുക്കള കിടന്ന് കഷ്ടപ്പെടുക, നീയൊക്കെ ഇവിടെ നിന്ന് വഴക്കിട്ടോ. ഒരു ചായ പോലും ഞാൻ ഉണ്ടാക്കി തരത്തില്ല, പറഞ്ഞേക്കാം. സ്വന്തം കാലാ നിക്കാൻ പോയത് ഓട്ടോറിക്ഷയിലാണല്ലോ വരുന്നത്. ഒരു മിനിറ്റ് ഏട്ടാ. മിസ്റ്റർ ഹസ്ബൻഡ് ഇങ്ങ് ഇറങ്ങി വരൂ. ഇങ്ങോട്ട് ഇറങ്ങി വരൂ. ഇതൊക്കെ ഒന്ന് എടുത്ത് താഴെ വെക്കേ. നിങ്ങളാണ് കൂടെ പറഞ്ഞേ ഇങ്ങോട്ട് ഇറങ്ങിയത്. പിടിക്ക ഓടി വാ. ഇനി പൊക്കോട്ടെ. താഴെ ഇടല്ലേടാ, പൊട്ടുന്ന സാധനങ്ങളാ. എന്താ നോക്കി പേടിപ്പിക്കുന്നത്? അല്ല, ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും അഹങ്കാരോ? അതെ, വാക്ക് തർക്കം വേണ്ട. ഞാൻ ഇന്ന് കൈഞ്ഞൊടിച്ചാൽ പെൺപട ഇവിടെ വന്ന് നിങ്ങളുടെ കഥ കഴിക്കും. വേണോ? വേണ്ട. പിന്നെ ഇതെന്താ സാധനം? നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. വെയിറ്റ് ഉള്ളവർ വെയിറ്റ് ഉള്ള സാധനങ്ങളെ കൊണ്ടുവരാറുള്ളൂ മിസ്റ്റർ ഹസ്ബൻഡ്. എന്നാ പിന്നെ അമ്മിക്കലും കൊണ്ടുവരാൻ മേലായിരുന്നു. അതെടുത്ത് നിന്റെ തലക്കടിച്ച് ഞാൻ കൊല്ലുന്നില്ല ഞാൻ. എന്നാ പിന്നെ വേണ്ട. മോനോലി, ഇത് എന്താന്ന് പറഞ്ഞില്ല. ഇത് ചെണ്ട. പിന്നെ ഇതിനകത്ത് കുറച്ച് പുട്ടുപൊടി കൂടാതെ കുറച്ച് അച്ചപ്പമുണ്ട്, കൊഴലപ്പമുണ്ട്, മധുരസേവയുണ്ട്. ആ ചെണ്ടയോ? എന്താ മമ്മി വല്ല ശിങ്കാരി മേളത്തിനും പോകുന്നുണ്ടോ? കറക്റ്റ്, ശിങ്കാരി മേളത്തിന് പോകുന്നുണ്ട്. നമ്മുടെ കുടുംബിനി ശ്രീ ഇല്ലേ, അവരൊരു വനിതാ ശിങ്കാരി മേളത്തിന് ട്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അത് അവിടെ പോയി എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ക്ഷേമല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ ആകുമ്പോഴത്തേക്ക് ആരും കാണില്ലല്ലോ, മനസമാനത്തോടെ പ്രാക്ടീസ് ചെയ്യും. അതിനെന്തിനാ ചെണ്ട? ഡാഡിയുടെ പുറം പോരെ പ്രാക്ടീസ് ചെയ്യാൻ. അത് മതിയായിരുന്നു, പക്ഷെ ആദ്യം ഇത് പ്രാക്ടീസ് തറവായിട്ട്, എന്നിട്ട് മതി അച്ഛന്റെ പുറം. എന്തൊരു നാണക്കേടാ ഇത്. ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. വിളിക്കണോ വനിതാ? മക്കളെ ഇതെല്ലാം കൊണ്ട് അകത്ത് വയ്ക്കും കേട്ടോ. ചെണ്ട ഇടുന്നോട്ടെ, അതെല്ലാം കൊണ്ട് സൂക്ഷിച്ചുകൊണ്ടാണേ, അച്ചപ്പം താഴത്ത് പൊട്ടിക്കരുത്. അതൊക്കെ മോനോലി, ഓ. 4 ആൾ അറിഞ്ഞ എന്ത് കരുതും? ഞാൻ ചെണ്ട കൊട്ടുകാണെന്ന് കരുതും. എവിടെ അമ്മ? എവിടെ? വിളിക്ക്, കാണട്ടെ ഞാൻ സ്വന്തം കാലിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൊട്ടി തുടങ്ങാം. അപ്പ ഇനി പോന്നോളും കൊട്ട് കേട്ട്. ഒന്ന് വിളിച്ചേ. ഓക്കെ, ഇതാ. അയ്യോ, ബേളം കേട്ട ആൾക്കാർ ഓടിക്കൂടുന്നു. കൂടട്ടെ. മോനോലി നിർത്ത്. നീ എന്റെ പുറത്തോ തലയിലോ കൊട്ടി പഠിക്ക്. കുടുംബക്കാരെ വിളിക്കണോ? ഇതെന്താ കോപ്രായമാടാ ഇത്? ഇത് കുടുംബിനി ശ്രീ യൂണിറ്റിന്റെ ശിങ്കാരി മേളം പ്രാക്ടീസ് ചെയ്യാമേ. അയ്യടി കുടുംബിനി, നിന്റെ നാടു ഞാൻ ചവിട്ടി അടിക്കും കേട്ടോ, മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ. സൂക്ഷിച്ച് സംസാരിക്കണം. ഇങ്ങനെവരെ കണ്ട മോഹനവലി അല്ല ഞാൻ. ഇങ്ങനെ പോയാൽ നിന്നെ നാളെ കാണത്തേ ഇല്ല. എന്താണ് വായി നോക്കിക്കൊണ്ടിരിക്കുന്നേ? പിന്നെ ഞാനെന്തോ വേണം? കൊട്ടിനൊത്ത് പുലി കളിക്കണോ? പുലി കളിക്കണം. എന്നാ പിന്നെ നന്നായി, അമ്മയും കൂടെ കുടിക്കാം, ഞാൻ കൊട്ടിത്തരാം. എടി എന്നെ തോപ്പിക്കാൻ വേണ്ടി എങ്ങാണ്ടൊന്ന് വാടകയ്ക്ക് എടുത്തോണ്ടെന്ന കുന്തല്ലേ അടിയത്? പറയാൻ സൗകര്യമില്ല. എന്നെ ചെണ്ടത്തോട്ട് കളിക്കരുത്. വേണമെങ്കിൽ അവിടെ നിന്ന് താളം പിടിക്കും, ഞാൻ പ്രാക്ടീസ് ചെയ്യട്ടെ. അത് ഇവിടെ നടക്കത്തില്ല, മാറിയ ഏർപ്പാട്. ഞങ്ങളുടെ ജനനശ്രീയിൽ ഇതിന്റെ ഏർപ്പാടൊന്നുമില്ല, അത് ഭാഗ്യം. ജനനശ്രീയോ? അതെന്തുവാ? ജനനശ്രീയുടെ മെമ്പറാടി ഞാന്. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. അംഗീകാരമില്ലാത്ത സംഘടനയിൽ അംഗമാകാത്ത ഭ്രാന്തുണ്ടോ? ആരാ പറഞ്ഞ അംഗീകാരം ഇല്ലെന്ന്? കേന്ദ്രത്തിൽ നിന്ന് കാശേ കണ്ടെയ്നറാ വരുന്നത്. ആര് പറയണം? ഞാൻ പറഞ്ഞ പോരെ? ആര് പറഞ്ഞു? നിങ്ങളുടെ പ്രൈവറ്റ്, ഞങ്ങളുടെ ഒറിജിനൽ. എന്നാ നോക്കാം. എന്ത് നോക്കാൻ? ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വരല്ലേ? നീ ആരെയാടി ഈ പേടിപ്പിക്കുന്നേ? ഇത് ചെണ്ടയല്ല, ഇത് നിങ്ങളുടെ പുറവാ. അങ്ങനെ സങ്കല്പിച്ചോണ്ട് ഞാൻ ഈ പുറത്തിനിട്ട് ബാക്കി വന്നിട്ട് തരാമേ.
അവൾ അടിച്ചതേ എൻ്റെ പുറത്താ. ഇതിന് പ്രതികാരം ചെയ്യാതെ ഞാൻ അടങ്ങത്തില്ല അർജുന. ആ ചെണ്ട ഞാൻ ഇന്ന് കുത്തിക്കയറും. എടുത്തോണ്ട് വേടാ. തെരുവിലുള്ള യുദ്ധവും ഈ വീട്ടിലെത്തി. എന്താ ഫണ്ടില്ലാത്ത സംഘടന നോക്കുന്നേ? തൽക്കാലം ഞാൻ ചെണ്ട മാറ്റി വെച്ചു, ഇതിൽ കൊട്ടി പഠിക്കാന്ന് വിചാരിച്ചു. ആ നിന്റെ ആരോഗ്യത്തിന് അത് തന്നെയാ നല്ലത്. അച്ഛമ്മേ, ആ അച്ഛമ്മയ്ക്ക് ഇതാ ഒരു കോളുണ്ട്. ഹലോ. ആ എന്താ പ്രസിഡന്റ്? അയ്യോ അത് വേണോ? ശരി ശരി ശരി. ഓ ഞാൻ വിളിക്കാം. അയ്യോ എനിക്ക് വയ്യ എൻ്റെ ദൈവമേ. എന്തിനാ ചിരിക്കുന്നേ? എന്തിനാ ചിരിക്കുന്നേന്ന്? എടീ, ഞങ്ങളുടെ സംഘടന ഉൽപ്പാദിപ്പിക്കുന്ന പ്രസവ സംരക്ഷണ മരുന്നിന്റെ യൂണിറ്റേ ഏതോ ചാനലുകാർ സന്ദർശിക്കാൻ വരുന്നെന്ന്. അതുകൊണ്ട് അവരോട് അഭിമുഖ സംഭാഷണത്തിന് ഞാൻ തന്നെ ചെല്ലണമെന്ന്. അവിടെ 2 വാക്ക് എനിക്കല്ലേ മര്യാദക്ക് പറയാറിയത്തുള്ളൂ. എടി, യൂണിറ്റിന്റെ പ്രസിഡന്റ് എന്നെ വിളിച്ചത്. അയ്യോ, അത് ഓർക്കുമ്പോൾ തന്നെ എനിക്കങ്ങ് നാണം വരുന്നു. കല്യാണം കഴിക്കാനൊന്നുമല്ലല്ലോ വിളിച്ചത്, ഇന്റർവ്യൂ എടുക്കാനല്ലേ. എന്നാൽ അവരുടെ മുമ്പിൽ ചെന്ന് അയ്യോ ഇരുന്നൂടെ കൊണ്ട് എനിക്ക് വയ്യ. എടി, ചാനലിൽ എന്റെ പടം വന്നാലേ ഞാനങ്ങ് പ്രസിദ്ധയാവത്തില്ലയോ? അതുകൊണ്ട് പിന്നെ നിനക്ക് വഴി നടക്കാനൊക്കത്തില്ല. ഓ പിന്നെ നോക്കിക്കോ അമ്മ, അമ്മയുടെ ഈ പ്രോഗ്രാം വരുന്ന സമയത്തുണ്ടല്ലോ കേരളം മുഴുവൻ പവർക്കെട്ടായിരിക്കും, ആർക്കും കാണാൻ പറ്റത്തില്ല. ഓ കാണുമൊക്കെ ചെയ്യാം. അത് പല പല പ്രാവശ്യമായിട്ട് ഈ ചാനലുകാരെ ഒരു പ്രോഗ്രാം ഇങ്ങനെ പല പല പ്രാവശ്യമായിട്ട് ഇടും. കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ. കാലത്ത് കാണാത്തവർക്ക് ഉച്ചയ്ക്ക് കാണുന്നവരുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. ഞാൻ ഏത് സാരി ഉടുക്കും? ചുരിദാർ ഇട്ടുണ്ടോ? അതാ നല്ലത്. ശരിയാ, ചുരിദാർ ഇട്ടുകൊണ്ട് വരുന്നു. അയ്യടി, എന്താ മക്കളെ ഒന്നിങ്ങ് ഓടി വന്നേ. മക്കളെ ഒന്നിങ്ങ് ഓടി വന്നേ. മക്കളെ ഒരു സന്തോഷ വർത്തമാനം. അതെ, നാളെ ഒരു ചാനലുകാർ ഇന്റർവ്യൂവിന് വരുന്നുണ്ട്. അച്ഛമ്മയുടെ യൂണിറ്റില് ആ പ്രസവ മരുന്നില്ലയോ, അതിനെപ്പറ്റി ചോദിക്കാൻ. അപ്പൊ അച്ഛമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല മക്കളെ, എങ്ങനെ പറയണമെന്നൊന്നും ഒന്ന് പറഞ്ഞു സഹായിക്കണം. അച്ഛമ്മയെ സഹായിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ടിവിയിലൊക്കെ വരുന്ന കാര്യമല്ലേ. അതേതോ ലോക്കൽ ചാനലടി. അസൂയക്ക് മരുന്നില്ല. മമ്മി അവിടെ ഇരിക്കേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ക്യാമറാമാൻ, ഇവൾ റിപ്പോർട്ടർ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓ മിസ്സസ് മായാവതി അമ്മ, നിങ്ങളുടെ പ്രസവ മരുന്ന് കമ്പനിയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രസവ മരുന്ന് കമ്പനിയെ കുറിച്ച്? പ്രസവ മരുന്ന് ബലൂണൊന്നുമല്ല. ഒരു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരാള്, ഈ പ്രസവ മരുന്ന് കണ്ടുപിടിച്ച അയാള് ഈ ബാലകൃഷ്ണൻ കൊണ്ടുവന്ന് യൂണിറ്റില് കൊണ്ടുവന്ന് ഈ ബാലകൃഷ്ണൻ ഈ പ്രസവ മരുന്ന് ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കല്ലേ. അരി പറക്കുന്ന നിങ്ങളാണോ നാളെ അവിടെ പോയി ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത്? ബാലകൃഷ്ണനും യൂണിറ്റും കുറെ പ്രസവ മരുന്ന്. ഞാൻ പറയാം, നീ പിടി അത്. അപ്പൊ ഈ പ്രസവ മരുന്ന് കഴിച്ചിട്ടുള്ള നമ്മുടെ യൂണിറ്റിലെ പെണ്ണുങ്ങള് എല്ലാം മയ്യത്തായി. എഴുന്നേറ്റ് പോകണ്ട അവിടുന്ന്. ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ വന്നിരുന്ന് വർത്താനം പറയുന്നേ. അപ്പൊ ഈ പ്രസവ മരുന്ന് അല്ല, ഈ പ്രസവ മരുന്ന് ആരാ ഉണ്ടാക്കിയത്? ബാലകൃഷ്ണനാണോ നിങ്ങളുടെ യൂണിറ്റാണോ? ബാലകൃഷ്ണൻ ഉണ്ടാക്കിയത്? ചോദിക്കുമ്പോളെ പറഞ്ഞു. ബാലകൃഷ്ണനാണ് പ്രസവ മരുന്ന്. ബാലകൃഷ്ണനാണോ പ്രസവ മരുന്ന്? അല്ല, നീ ഒന്ന് പോയേ. അപ്പൊ ബാലകൃഷ്ണൻ നിന്റെ ക്യാമറ വേണ്ട. അപ്പൊ ബാലകൃഷ്ണൻ വേണ്ട, നാളെ ഞാൻ പറഞ്ഞു. സത്യം പറ, നാളെ ഇന്റർവ്യൂ ഉണ്ടോ? ഉണ്ട്. ഇല്ല, വെറുതെ അവര് വിളിച്ച് പറഞ്ഞതല്ലേ. അത് എന്നെ ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞല്ലേ. പിന്നെ നിന്നെ ചുണ്ട് പിടിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രസിഡന്റിന് വേറെ ജോലിയില്ല. അല്ല, എനിക്കറിയാം. സത്യം പറയാം, നാളെ ഇന്റർവ്യൂക്കാർ ഇവിടെ വരുമ്പോ ഞാൻ നിന്റെ സംഘടനയെ പറ്റി നല്ല 2 തെറി പറയുകയും ചെയ്യും. അത് വേണം. ഇന്റർവ്യൂ പ്രാക്ടീസും ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്തായത്? 2 പേരും കൊണ്ടുവന്ന സാധനങ്ങളാ. എന്തായതെന്നാ ചോദിച്ചത്. ബേസ് ബോർഡ് പെട്ടിക്കകത്ത് ഞാൻ എന്റെ സംഘടന ഉണ്ടാക്കിയ പുട്ടുപിടി, അച്ചപ്പം, പിന്നെ കുഴലപ്പം, അങ്ങനെ ആദ്യമായവ ഉണ്ട്.
എന്താന്ന് വെച്ചാലേ അത് നടന്നു വെക്കാൻ എന്റെ സ്റ്റാറ്റസ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അത് മുഴുവൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു 2000 രൂപയ്ക്ക് ഇത് അർജുനേട്ടാ, നമുക്ക് അതെല്ലാം ഇവിടെ വെക്കാം, നമുക്ക് ഉപയോഗിക്കാം. അവിടെ വരളൊന്നും സാധനമൊന്നും തിന്നണ്ട മോനെ, വെറുതെ അതെ ഞാൻ കൊണ്ടുവന്നതേ നല്ല ഒന്നാന്തരം പ്രസവരക്ഷാ മരുന്നാ. ആ അതിനാരും ഇവിടെ പ്രസവിച്ചു കിടക്കുന്നത്? ഇവിടെ ഇപ്പൊ ആരും ഇല്ല, പക്ഷെ അപ്പുറത്തെ വീട്ടിലെ മല്ലിക ഉണ്ടല്ലോ, മല്ലിക. അതിന്റെ അവള് ഗർഭിണിയാണോ? ഗർഭിണിയല്ല, ആകും ഗർഭിണിയാവും. അതെ 5 ബോട്ടിൽ മരുന്ന് എൻ്റെ കയ്യിൽ വിൽക്കാൻ വേണ്ടി തന്നയച്ചത്. ഈ റോട്ടിൽ കൂടെ നടന്ന് എൻ്റെ ഈ കാല് വയ്യാത്തോണ്ട് എനിക്കത് വിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ അത് വേണമെങ്കിൽ ഞാനും മല്ലിയും കൂടെ തിന്നു. അത് മതി വെക്കല, അങ്ങനെ അത് മതി. 1500 രൂപ രണ്ടുപേരും കൂടെ ചേർന്ന് ഇങ്ങ് തന്നാ മതി. മീനാക്ഷി വിട്ടോ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് തീറ്റിപ്പിക്കും. എടാ മോനെ, നീ അതിൽ നിന്ന് കുറച്ച് മരുന്നെടുത്ത് കഴിക്കണം എന്തായാലും. നീ ഈയിടെയായിട്ട് വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. ആ മരുന്ന് എന്റെ അർജുനേട്ടാ, ആ പുട്ടുപൊടി എടുത്ത് കുറച്ച് പുട്ടുണ്ടാക്കിയിട്ട് അമ്മയുടെ വാക്കകത്ത് കുത്തി കയറ്റി വെക്കും, കുറച്ചേരം മിണ്ടായിരിക്കുമല്ലോ. അയ്യോ, അതിന് നീ ഇനി ഒരു ജന്മം കൂടെ ജനിക്കണോടി. എന്തിനാ? എന്റെ വായി കുത്തിക്കയറ്റാൻ. നോക്കിക്കോ, ഇനി മുതൽ ഈ വീട്ടില് പുട്ടേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തും പുട്ട് നീ ഉണ്ടാക്കി. ഉണ്ടാക്കി തിന്നോ? നിങ്ങൾ എന്റെ ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കി അപ്പൊ കാണാം. ആ, ഞാൻ എല്ലാം എടുത്ത് നശിപ്പിച്ച് കളയും. ഞാൻ പുട്ടുപൊടി മാത്രമേ വെക്കത്തുള്ളൂ. അല്ല, എന്നാ ഒരു കാര്യം ചെയ്യാം, പുട്ടും പ്രസവ മരുന്നും കൂടെ ഒന്നിച്ച് കഴിക്കാം. നല്ല കോമ്പിനേഷൻ. കോമ്പിനേഷൻ. എന്തായാലും ഈ മരുന്നിന്റെ കാശ് മുഴുവൻ നീ എനിക്ക് തരണം, ഇല്ലെങ്കിലുണ്ടല്ലോ എന്റെ 2000 രൂപ തരണം. എന്താണ്? ആ സംഘടനയ്ക്ക് കൊടുക്കാൻ. പുറത്താരോ വന്നിട്ടുണ്ട്. ആ കഥ തുറന്നു കിടക്കാ, കേറി വാ. ആരിത്? മല്ലികയോ? കേറി വാ. അയ്യോ, മല്ലികയുടെ കാര്യം ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു നാക്കെടുത്തതേ ഉള്ളു കേട്ടോ. എന്തോ പറഞ്ഞു? അമ്മ ഈ പ്രസംഗ മത്സരം അമ്മ ചേർന്നിട്ടുണ്ട്. എവിടെ? ചാനലില്. അയ്യോ, മല്ലികയുടെ കയ്യിൽ എന്തുവാ? ഇത് കുറച്ച് കുടിൽ വ്യവസായം വന്നേ. എന്തൊക്കെയാ? ഉണ്ണിയപ്പം, അച്ചപ്പം, കുഴലപ്പം, അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട്. അപ്പൊ മല്ലിക യൂണിറ്റ് ചേർന്നു. ഏത് യൂണിറ്റിലാ? കുടുംബശ്രീയിലാണോ? അല്ലല്ല, ജനനശ്രീയിലാണ്. അല്ലല്ല, കുടുംബശ്രീയിലാ. അല്ലല്ല, ജനനശ്രീയിലാണ്. ഒറ്റ മിനിറ്റ്, ഞാൻ ഏത് യൂണിറ്റിലാന്നാ പറയണ്ടേ? അല്ല, എന്റെ മല്ലിക, ഏത് യൂണിറ്റ് ആയാലും സാധനം മൊത്തം ഞാൻ എടുത്തോളാം. ആണോ? അത് മതി കേട്ടാ. അല്ല, ഇതിപ്പം ഈ സാധനങ്ങൾ തന്നെയല്ലേ ഇവിടെ ഉള്ളത്? അതെ, നമ്മുടെ ഇത് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടോ? അപ്പൊ ഏത് യൂണിറ്റിലാ നിങ്ങള്? ഞങ്ങളിപ്പോ ഏത് യൂണിറ്റിലായാലും നിനക്കെന്താ? അതന്നെ. എന്താ നിനക്ക്? ചേടാ, നിങ്ങൾ ഏത് യൂണിറ്റാ? എനിക്കെന്നാ കുഴപ്പം? ആ കാശ് ഞാൻ എത്രയായി മല്ലിക? 2000 രൂപ. അയ്യോ, 2000 രൂപ എടുത്തോളൂ. ഈശ്വര, ഈ സാധനം എന്താ നോക്കി പേടിക്കുന്നേ? നാളെ വരാം. വേണ്ട, ഉണ്ടക്കണ്ണി. എന്നാടാ ഞങ്ങക്ക് കാശ് തന്നാ നിങ്ങക്ക് പുളിക്കുവോ? അവള് തന്ന സാധനങ്ങൾ തന്നെയല്ലേ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ അന്നത്തെ 2 പേരുടെ പെട്ടിക്കകത്ത് ഈ സാധനങ്ങൾ തന്നെയാ. എങ്ങനെയാടാ അത് വാങ്ങിച്ചത്? മല്ലിക നാളെ സാധനം കൊണ്ടുവന്നാൽ ഞാൻ വാങ്ങിക്കും, മറ്റന്നാ കൊണ്ടുവന്നാലും ഞാൻ വാങ്ങിക്കും. എന്നാ ഒന്ന് കാണണമല്ലോ. അവളാണ് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ സ്ത്രീ. അയ്യോ, യഥാർത്ഥ സ്ത്രീ. ഞങ്ങൾ അതുപോലെ റോഡ് നീളം ഇറങ്ങി തെണ്ടാത്തോണ്ടല്ലേ നിനക്ക് ഇപ്പൊ ഇത് പറയാൻ പറ്റിയത്? നിങ്ങൾ സ്റ്റാറ്റസ് പറഞ്ഞോണ്ടിരിക്കും മടിച്ചുകള്. ഒന്നല്ല, ഞങ്ങൾ അങ്ങനെ അന്തസ്സില്ലാതെ ഒന്നും പെരുമാറത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ വന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നവരുണ്ട്, അവര് മതി. എന്റെ കൃഷ്ണമക്കയില് പോലും എന്നെ വെയിലത്ത് ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അത് മാത്രമല്ല അമ്മേ, ഞാൻ വെളിയിൽ ഇറങ്ങിയാലേ വെയില് കൊണ്ട് കറുത്ത് കരിവാളിച്ചതിന്റെ ഗ്ലാമർ മുഴുവൻ പോകത്തില്ലേ? എന്റെ പൊന്നുമോടെ ഗ്ലാമറൊക്കെ പോകത്തില്ലേ? ആ സമയത്ത് പെണ്ണുങ്ങളെ വായി നോക്കാനാ. വായിനോട്ടം നിന്റെ ഇപ്പൊ ഞങ്ങൾ യഥാർത്ഥ സ്ത്രീ ആയിട്ട് കാണിച്ചു തരണം. വേണം. സാധനങ്ങൾ മുഴുവൻ കൊണ്ട് നടന്ന് വിറ്റ് കാണിച്ചു തരണം. വേണം. വേണോ? വേണോ?